പെട്ടെന്ന് കഴിഞ്ഞു. ഇന്ന് വുമൻസ് ഡേ ആയതുകൊണ്ടും ഇന്നൊരു സൺഡേ ആയതുകൊണ്ടും നമ്മൾ വിചാരിച്ചെന്നാൽ ഇന്ന് പുറത്ത് പോകാമെന്ന്. അതുകൊണ്ട് നമ്മൾ ഇന്ന് സൺഡേ നമ്മൾ നേരത്തെ എണീറ്റ് എല്ലാ ജോലികളും പെട്ടെന്ന് തന്നെ തീർത്ത് കേട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ ഒരു 4 മണിക്ക് മുന്നേ തന്നെ നമ്മൾ ഇറങ്ങി വീട്ടിൽ നിന്ന്. അന്നേരം നമ്മൾ ഇങ്ങനെ വിചാരിച്ചു ഇവിടെ പോവാം. അങ്ങനെ വിചാരിച്ചപ്പം പ്രവീൺ പറഞ്ഞു, ഒറ്റ കാതിൽ സ്റ്റഡ് അടിക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞായിരുന്നല്ലോ എന്ന്. ഒരു കാതിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. കാരണം ഒരു കാതിൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. കസ്തൂരിമാൻ സീരിയലില്ലേ, അതിൽ ആ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ കാതിൽ മാത്രം സ്റ്റഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഞാനും പോയി ഒരു സ്റ്റഡ് അങ്ങ് അടിച്ചു. അതേ പിന്നെ ഇപ്പുറത്തെ കാതിൽ സ്റ്റഡ് അടിക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ ഒന്നും ആലോചിച്ചില്ല. അന്നതായിരുന്നു ട്രെൻഡ്. പലരും എന്നെ കാണുമ്പോൾ ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ കാതിൽ സ്റ്റഡ് ഇടാൻ മറന്നുപോയതാണെന്ന്. അത് ഓർത്തിരുന്നിട്ട് ഇന്നെന്നാ പറഞ്ഞു നമുക്കെന്നാൽ പോയിട്ട് ഒരു സ്റ്റഡ് അടിക്കാമെന്ന് പറഞ്ഞ് പോയി. ഷടപടേന്ന് അങ്ങ് തീർന്നു കേട്ടോ. പിന്നെ അവിടെ നമ്മളുടെ ആ ഒരു പോർഷനിൽ നല്ല കട്ട് ചെയ്തുകൊണ്ട് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു, ഒരു പെരുപ്പ്, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് എന്നാൽ നേരെ വീട്ടിൽ വരാമെന്ന് വിചാരിച്ചപ്പം എന്തായാലും നേരത്തെ കഴിഞ്ഞു. എന്നാൽ പോയിട്ട് വേറെ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചാൽ മൊബൈലിൽ വേറെ കറങ്ങാൻ പറ്റിയ സ്ഥലങ്ങളൊന്നുമില്ല. അങ്ങനെ പ്രവീൺ എവിടെയോ ഒന്ന് പോയി കണ്ടുപിടിച്ചൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് വെച്ചാൽ സ്കേറ്റിങ്, അങ്ങനെ നല്ലൊരു ഏരിയ ആണ് കേട്ടോ. നമുക്ക് പോയിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ പോയി ടാക്സിയൊക്കെ പിടിച്ച് നമ്മൾ ആ സ്ഥലത്തെത്തി. നല്ലൊരു ഏരിയ ആണ്, നമുക്ക് നടക്കാനും അതുപോലെ തന്നെ സ്കേറ്റിംഗ് ആണ് മെയിൻ കേട്ടോ. കൊച്ചു പിള്ളേർ വരെ ഉണ്ട് അവിടെ, പഠിക്കുന്ന പിള്ളേർ, ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ കുറേ ഉണ്ട് അവരുടെ കൂട്ടത്തിൽ. അങ്ങനെ നല്ലൊരു പാർക്കാണ്. പിന്നെ നമുക്ക് സൈക്കിൾ ഉണ്ടെങ്കിൽ സൈക്കിളൊക്കെ അവർ റെൻറ്റിന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. സൈക്കിള് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം നടന്നു. ഫുഡ് സ്പോട്ട് കൂടെ ആണ് അവിടെ കേട്ടോ. വെറൈറ്റി ആയിട്ട് ഫുഡ് സ്പോട്ട് ഉണ്ട്. നല്ല ഏരിയ ആണ്. നമ്മൾ പോയ സമയത്ത് ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല, പക്ഷെ കാണാൻ നല്ല കിടുക്കാച്ചി ഏരിയാസ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് എനിക്ക് ഈ മരങ്ങളിലൊക്കെ വേണ്ടി ഈ ലൈറ്റൊക്കെ വെച്ചേക്കുന്നുണ്ടല്ലോ, നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ലൊരു രസമാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ കല്ലും കഷ്ണങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ മെയിൻ ഫുഡ് അതാണല്ലോ നമ്മുടെ മെയിൻ. അങ്ങനെ നമ്മളൊക്കെ ഇറങ്ങി തിരിഞ്ഞ് ഒരു തായ്ലൻഡ് അങ്ങനെയൊക്കെ ഉള്ളൊരു മോഡലാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ നല്ല ചെമ്മീൻ്റെ മണം ഉണ്ടായിരുന്നു. അവർക്ക് അതൊക്കെയാണല്ലോ ഇഷ്ടം. പിന്നെ നമ്മൾ വിചാരിച്ചു കൊള്ളായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നൂഡിൽസ് വാങ്ങിച്ചും പോയി, പൈസയും പോയി. അവസാനം നമ്മൾ കഴിക്കേണ്ട ഒരു അവസ്ഥ തന്നെ ആയി കേട്ടോ. ഞങ്ങൾ രണ്ടും മാറി മാറി എന്നാൽ കഴിച്ചോ പിന്നെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയിട്ട് അത് കഴിക്കുകയാണ് ചെയ്തത്. പിന്നീട് അതിനിടയ്ക്ക് പ്രവീൺ പോയിട്ടൊരു ബർഗർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചിക്കൻ ബർഗർ. അത് പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അത് വെച്ചിട്ടാണ് ഇത് കഴിക്കുക. ആ ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ബർഗർ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഇവിടുത്തെയൊക്കെ പൂച്ചയൊക്കെ ഉണ്ട്, നല്ല തക്കുടുമുണ്ട് കൊഴുത്തുരുണ്ട പൂച്ചകളാണ് കേട്ടോ. ഇവിടെ എപ്പോൾ നോക്കിയാലും അവിടെ ഇവിടെയൊക്കെ പൂച്ചകളുണ്ട് കേട്ടോ. അതൊക്കെ നല്ല തക്കുടുമുണ്ട് കൊഴുത്തിരിക്കും. എന്ത് തിന്നിട്ടായിരിക്കും ഇവർ ഫുഡ് കൊടുക്കുന്നതായിരിക്കും എനിക്കറിഞ്ഞൂടാ കേട്ടോ. എന്തായാലും സൂപ്പർ പൂച്ചയാണ്. എടുത്തിട്ട് വീട്ടിൽ പോകാൻ വരെ ഞങ്ങൾ ആലോചിച്ചു. ഇതിനകത്ത് മഷ്റൂംസ് ഉണ്ട്, മഷ്റൂംസ്, എഗ്ഗ്, പിന്നെ ചിക്കൻ ഉണ്ട്. ചിക്കൻ പക്ഷെ കാണാനില്ല. ചിക്കൻ നമ്മൾ പറഞ്ഞ, പക്ഷെ ചിക്കൻ അധികമില്ലേ. എഗ്ഗ് ഉണ്ട്. മേടിച്ചത് അബദ്ധമായെന്ന് പറഞ്ഞ ഇവിടെ ഒരാൾ കഴിക്കുന്നുണ്ട്. പൈസ കൊടുത്തുകൊണ്ട് നമ്മൾ കഴിക്കണം. ഒടുക്കത്തെ വില. ഇവിടെ വരുന്നവർ ഫുഡ് ട്രൈ ചെയ്യുമ്പോൾ അറിയാവുന്ന ഫുഡ് ട്രൈ ചെയ്യാം. തന്നപ്പോ എന്താ നീ കഴിക്കാഞ്ഞേ? തന്നപ്പോ എന്താ കഴിക്കാഞ്ഞേ? കൈ കൊടുക്കണമായിരിക്കും. അയ്യടാ, നിങ്ങൾക്ക് പോലും വേണ്ടത് എന്നെ കൊണ്ട് തീറ്റിപ്പിക്കാൻ നോക്കുകയാണത്തല്ല. എനിക്കെങ്ങനെ വേണ്ട, ഞാൻ പോണേ. കഴിച്ചിട്ട് പോയാൽ മതി. വേണ്ട, ഇത് അവക്ക് പോലും വേണ്ട. പിന്നെ നമ്മൾ കഴിക്കുന്ന നമ്മൾ പാവങ്ങള്. എന്നാ കഴിക്കാൻ ഞാൻ ചേച്ചി കഴിക്കുന്ന കണ്ടില്ലേ, അതുപോലെ കഴിച്ചാൽ മതി. ഇനി അങ്ങോട്ടെന്ന് പറയുന്നത് ഫുഡ് സ്പോട്ടില്ല കേട്ടോ. ഇപ്പോൾ ഒരു സൈഡ് ഫുള്ള് ഫുഡ് സ്പോട്ടാണ്. ഇനി അങ്ങോട്ടെന്ന് പറയുന്നത് നമുക്ക് പ്ലേ ഏരിയാസ് ആണ് കേട്ടോ. ഈ ഒരു ഏരിയ കണ്ടോ, ഇവിടെ നല്ല രസമാണ് കേട്ടോ. ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം അവിടെ സൈഡിൽ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഇരിക്കാം, റെസ്റ്റ് ചെയ്യാം, നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് വാചകമൊക്കെ അടിച്ചു. എന്നിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ സ്കേറ്റിങ് അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ഗെയിംസൊക്കെ കളിക്കാനുള്ള നല്ല ഏരിയാസൊക്കെ ഉണ്ട്. കുറേ ട്രീസും കുറേ നല്ല 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 കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് 2 സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോകണം കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. അവിടെ എല്ലാം ആ ഒരു രീതിയിലാണ് സെറ്റപ്പ് എന്ന് വെച്ചാൽ അവിടെ എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്കേറ്റിങ് മെയിൻ സ്കേറ്റിംഗ് ആണ് ഇവിടെ. പിന്നെ അപ്പുറത്താണ് ചിൽഡ്രൻസ് പാർക്കായിട്ട് വരുന്നത്, അവരുടെ പ്ലേ ഏരിയാസ് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ ഇപ്രാവശ്യം കുറച്ച് പേരേ ഉള്ളൂ.
നമ്മൾക്കറിയത്തില്ലല്ലോ ഏത് സമയത്ത് ഇവിടെ വരുമ്പം ആൾക്കാരുള്ളതെന്ന്. അപ്പോൾ അവിടെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. പക്ഷേ എന്ത് രസമാണെന്നറിയാം അവർ ചെയ്യുന്ന കാണാൻ. കിഡ്സിന് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും വന്നാലും നമുക്ക് അവിടെ കുറേ ഏരിയാസ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഗെയിംസൊക്കെ ചെയ്യാം കേട്ടോ അവിടെ. പിന്നീട് നമ്മൾ തിരിച്ചു പോകുന്നതും ഫുഡ് സ്പോട്ടിൻ്റെ അതിലെ തന്നെയാണ്. പിന്നെ നമുക്കിവിടെ ടാക്സീസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ, നമുക്ക് പോയിട്ട് വരാനൊക്കെ ഏത് ടൈം ആണെന്നുണ്ടെങ്കിലും. പിന്നെ അതിലൊരു സൂപ്പർ കാർ പോയി കേട്ടോ, ഒരു ഓറഞ്ച് കളർ. അത് കാണാൻ ഒരു വെറൈറ്റി ആയിരുന്നു. അത് എന്ത് കാറിൻ്റെ പേരെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതെന്തായാലും ഒന്നും നമ്മൾ ക്യാപ്ചർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുമായിരുന്നു ചെയ്തത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.